ഹായ് ഹലോ അസ്സാം വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പെരുന്നാളിൻ്റെ തലേന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ ഞാൻ വീഡിയോ ആക്കിയിട്ട് അങ്ങോട്ട് ഇടുന്നത്. അപ്പോൾ അതേ കുറച്ച് തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ചിക്കൻ കറി അടുപ്പിലാണ് കേട്ടോ. വൈകുന്നേരമാണ് എല്ലാം വെക്കുന്നത്. വൈകുന്നേരം കുറച്ച് വെക്കും, പിന്നെ പിറ്റേന്ന് പെരുന്നാളിൻ്റെ ദിവസം ബാക്കിയുള്ളതൊക്കെ ചെയ്യും കേട്ടോ. കറികളൊക്കെ വൈകുന്നേരം തന്നെ റെഡിയാക്കിയാൽ നമുക്ക് രാവിലത്തെ ജോലി അങ്ങ് കുറഞ്ഞ് കിട്ടും. അപ്പോൾ രാവിലെ നമ്മൾ കാപ്പി മാത്രം ഉണ്ടാക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ തലേന്ന് ഇപ്രാവശ്യം വിചാരിച്ച് തലേന്ന് വൈകുന്നേരം ഉരട്ടി ഉണ്ടാക്കിയിട്ട് പിറ്റേന്ന് രാവിലെ ദോശ ഉണ്ടാക്കാം. അങ്ങനെ ഉരട്ടി ഉണ്ടാക്കി യാസീനൊക്കെ ഓതാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അങ്ങനെ തേങ്ങയൊക്കെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു 15 ഉരട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1.5 മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ അത്യാവശ്യം നല്ലതുപോലെ വേണം, എന്നാലേ നമ്മുടെ ഉരട്ടിയുടെ ടേസ്റ്റ് നിൽക്കത്തുള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇതുണ്ടാക്കുന്നത് കുറച്ച് മെനക്കെട്ട പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി മെനക്കെട്ട പരിപാടിയാണ്. നല്ലതുപോലെ വെള്ളം വെട്ടിത്തിളയ്ക്കണം. വെട്ടിത്തിളച്ചതിലേക്ക് നമുക്ക് ഒരു കണക്കുണ്ടല്ലോ, നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ തേങ്ങ ഒന്ന് പിഴിഞ്ഞ് കൈകൊണ്ട് ലേശം വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞതും കൂടെ ആ തിളച്ച വെള്ളത്തിലോട്ട് തേങ്ങ ഉൾപ്പെടെ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തേങ്ങ ഇട്ടതിന് ശേഷം വീണ്ടും അത് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഉരട്ടിയുടെ മാവ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് കിണ്ടിയെടുക്കണം, അതായത് ഇളക്കിയെടുക്കണം. മാവങ്ങ് ആ തിളച്ച വെള്ളത്തിൽ കിടന്ന് നന്നായിട്ട് വേകണം. അപ്പോൾ തിളച്ച് കിടക്കുന്നതുകൊണ്ട് പിന്നെ തീ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. തീ ഓഫ് ചെയ്യാം. പിന്നെ നന്നായിട്ട് കിണ്ടി മാവ് പദം വരുത്തി ഉരുട്ടിയെടുക്കണം. അതാണ് നമ്മുടെ ഉരട്ടിയുടെ പരുവമെന്ന് പറയുന്നത് കേട്ടോ. ഇതൊക്കെ ഒരുപാട് തവണ നമ്മൾ മുന്നേയും കാണിച്ചിട്ടുണ്ട്, എന്നാലും അറിയാത്ത എത്രയോ പേര് കാണും അല്ലേ. ഉരട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പല സ്ഥലത്തും വേറെ എന്തൊക്കെയോ കാണിക്കുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. വേറെ നമ്മൾ അടയുണ്ടല്ലോ, അടയൊക്കെ ഉരട്ടി എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ നാട്ടിലെ, അതായത് കൊല്ലം ജില്ലയിലെ ഉരട്ടി എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ഉരട്ടിയുടെ മാവൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് പിന്നെ ഉമ്മച്ചിയാണ് കേട്ടോ അത് ഉരുട്ടി പരത്തിയൊക്കെ എടുക്കുന്നത്. ഉമ്മച്ചിയാണ്. ആ ചൂടിൽ തന്നെ നമ്മൾ പദം വരുത്തി എടുക്കണം. ആ തിളച്ചിരിക്കുന്ന ചൂടിൽ തന്നെ മാവ് ഉരുട്ടി പദമാക്കി എടുക്കണം. അത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ അത് ഉമ്മച്ചിയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുറച്ച് ചെറിയുള്ളി ഉണ്ടല്ലോ, ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ഒന്ന് നന്നാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയുള്ളി നന്നാക്കുമ്പം തന്നെ മനസ്സിലാവുമല്ലോ എന്തിനാണ്. അത് ബീഫ് കറി വെക്കാനാണ് കേട്ടോ. അത് നമുക്ക് ഇങ്ങനെ മടി പിടിച്ചിരുന്നിട്ട് കാര്യമില്ല. ബീഫിന് അത്യാവശ്യം ചെറിയുള്ളിയാണ് ടേസ്റ്റ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയുള്ളിയൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ബീഫൊക്കെ ഇവിടെ കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ. കുറച്ച് പിറ്റേന്ന് വെക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ബീഫൊക്കെ ഒന്ന് കഴുകി വിനാഗിരി ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ബീഫിൻ്റെ ബ്ലഡിൻ്റെ അംശമെല്ലാം പോയി നല്ല വൃത്തിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് കഴുകി ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി 2 പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ തൊലിച്ച് വെച്ചിട്ടുള്ള കുഞ്ഞുള്ളി ഉണ്ടല്ലോ, കുഞ്ഞുള്ളിയിൽ നിന്ന് ഒരു 5-6 അല്ലി കുഞ്ഞുള്ളി എടുത്തിട്ട് ഒന്ന് ചതച്ചിട്ട് അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പൊടികളെല്ലാം കൂടി ഞാനൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. മുളക് പൊടി മല്ലിപ്പൊടി ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൊടികൾ വറുത്ത് എടുത്തിട്ടുള്ളതിൽ നിന്ന് കുറച്ച് ഒരു 2-3 ടീസ്പൂൺ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ലേശം മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കുന്നുണ്ട്. ഞങ്ങൾ വെക്കുന്ന ബീഫ് കറിയുടെ സ്റ്റൈൽ കാണിക്കുകയാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിക്കാതെയും കുക്കറിൽ വേവിച്ച് കഴിഞ്ഞാൽ ബീഫിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം വരും. അപ്പം അതായാലും മതി കേട്ടോ. പക്ഷേ നമ്മുടെ കുക്കർ അത്ര ശരിയല്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 വിസിൽ കേട്ടതിന് ശേഷം നമ്മുടെ കുക്കറിൻ്റെയൊക്കെ അനുസരിച്ചിരിക്കുമല്ലേ വേവ്, അപ്പോൾ അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ബാക്കിയുള്ള കുഞ്ഞുള്ളിയും 2 സവോള എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടെയൊക്കെ എടുത്തിട്ട് ഇതിൻ്റെ കണക്കാക്കിയാണ് നമ്മൾ കുക്കറിലോട്ട് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചതച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കും കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ലേശം ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മുളക് പൊടി ബാക്കി എടുത്തിട്ടുള്ള പൊടികളുണ്ടല്ലോ, മൂപ്പിച്ച് വെച്ചിട്ടുള്ള പൊടികളും കൂടെ തട്ടി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സാക്കി
ആ ഉള്ളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്നൊക്കെ ഇളക്കി എൻ്റെ വേവൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ആ വെള്ളത്തോട് കൂടി തന്നെ വെള്ളമൊക്കെ അപ്പോൾ വലിഞ്ഞ് മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് വെള്ളമേ ഉണ്ടായിരുന്നുള്ളൂ. അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ആണെങ്കിലും ഉമ്മച്ചി ഇവിടെ ഉരട്ടിയുടെ മാവൊക്കെ ഉരുട്ടി ബോളാക്കി പിന്നെ അത് ഉരട്ടി പലകയിലിട്ട് പരത്തിയിട്ട് ചുട്ടൊക്കെ എടുക്കുന്നുണ്ട് അവിടെ നിന്നിട്ട്. അതും നമ്മൾ വീഡിയോ ആക്കി എടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ കുറേ ടൈം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇളക്കി അതൊന്ന് കുറുകി വറ്റി നല്ലൊരു ഗ്രേവി പരുവാകുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ബിരിയാണിക്ക് വേണ്ടിയിട്ട് അപ്പോൾ മേടിച്ചുകൊണ്ടുവന്ന മല്ലിയിലയാണ്. നല്ല അടിപൊളി ബീഫ് കറിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ബീഫ് കറിയാണ്. അപ്പോൾ അതിലേക്ക് മല്ലിയിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെയൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെയൊക്കെ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ബീഫ് കറി ഇവിടെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഉരട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം യാസീനൊക്കെ ഓതിയിട്ട് നമ്മളിതൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ. ബായ്. അസ്സലാമു അലൈക്കും.